കേരളത്തിൽ മത്സരരംഗം സജീവമായി കഴിഞ്ഞു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നണികൾ നീക്കം സജീവമാക്കി. CPIM 2 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കാനുണ്ട്. BJPയുടെ 10 പേരുടെ പട്ടിക കൂടി ഇന്ന് വരുന്നതോടുകൂടി സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും 3 മുന്നണികൾക്കും സ്ഥാനാർത്ഥികളാകും. ഡൽഹിയിൽ നിന്ന് വിനീത VG ചേരുകയാണ്. വിനീത, കഴിഞ്ഞ ദിവസം ഡൽഹി സാക്ഷ്യം വഹിച്ചത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട്, കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ, മാരത്തൺ ചർച്ചകൾ എന്ന് തന്നെ പറയാവുന്ന വലിയ ചർച്ചകളാണ് നടന്നത്. പുലർച്ചെ വരെ നീണ്ട ചർച്ചകൾ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ വസതിയിലൊക്കെ നീണ്ടതും നമ്മൾ കണ്ടതാണ്. K. സുധാകരൻ ക്ഷുഭിതനാകുന്നതും പിന്നീട് ശാന്തനായി പുറത്തേക്ക് പോകുന്നതും കണ്ണൂരിലേക്ക് പോകുന്നതുമൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണ് ഈ സുധാകരനെ, ഇടഞ്ഞു നിന്ന സുധാകരനെ അനുനയിപ്പിച്ചത് എന്നതാണ് പ്രേക്ഷകർ അന്വേഷിക്കുന്നത്. എങ്ങനെയാണ് വിനീത ഈ സുധാകരനെ കോൺഗ്രസ് നേതൃത്വം മെരുക്കിയെടുത്തത്? ദിലീപ് പറഞ്ഞത് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഇന്നലെ വന്ന മല്ലികാർജുൻ ഖർഗെയുടെ, AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ അവസാനത്തെ ഫോൺ കോളിലാണ് ആ മഞ്ഞുരുക്കം ആരംഭിച്ചത് എന്നുള്ളത് തന്നെയാണ്. അതിന് മുൻപ് പല നേതാക്കളും അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. അത് സംസ്ഥാനത്തിൽ നിന്ന് സംസാരിച്ചൊപ്പം തന്നെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ, AK ആന്റണി അടക്കമുള്ള നേതാക്കൾ K. സുധാകരനുമായി സംസാരിച്ചു. പക്ഷേ ഏറ്റവും ഒടുവിലായി വന്ന അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ ഫോൺ കോളാണ് ആ മഞ്ഞുരുക്കത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തിച്ചതെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ബാംഗ്ലൂരിലാണ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ ഉള്ളത്. അദ്ദേഹം ഫോണിൽ സുധാകരനുമായി ബന്ധപ്പെട്ടു. ഒപ്പം തന്നെ ഈ തന്റെ വാക്കുകൾ അത് രാഹുൽ ഗാന്ധിയുടേത് കൂടിയാണ് എന്ന തരത്തിൽ അങ്ങത് പരിഗണിക്കണം എന്നാണ് ഖർഗെ സുധാകരനുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിലേക്ക് വരുമ്പോൾ വലിയ നിർണായകമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെയാണ് ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന ഘട്ടത്തിൽ കടന്നു പോകുന്നത്. അങ്ങ് കോൺഗ്രസിനായി ഒപ്പമുണ്ടായിരുന്ന നേതാവാണ്. ഇങ്ങനെ ഒരു നിർണായക ഘട്ടത്തിൽ പോകുമ്പോൾ കോൺഗ്രസിന് തിരിച്ചടിയാകുന്ന തരത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളരുത് എന്നാണ് ഖർഗെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നേതൃത്വം സ്വീകരിച്ച നിലപാടിനൊപ്പം അങ്ങ് നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു സുധാകരനോട്. ഒപ്പം തന്നെ ഇതിന് സുധാകരൻ മുന്നോട്ട് വെച്ച ഒരു ആവശ്യം, എനിക്ക് നേതാക്കളെ കണ്ട് സംസാരിക്കണം എന്നുള്ളതാണ്. അത് രാഹുൽ ഗാന്ധിയും ഖർഗെ ഉൾപ്പെടെയുള്ള നേതാക്കളെ കണ്ട് സംസാരിക്കണം എന്നൊരു ആവശ്യമാണ് K. സുധാകരൻ ഈ ഫോൺ കോളിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാനിപ്പോൾ ബാംഗ്ലൂരിലാണ് ഉള്ളതെന്നും തിരിച്ചെത്തിയാൽ രാഹുൽ ഗാന്ധിക്കൊപ്പം തന്നെ നമുക്ക് ഒരു കൂടിക്കാഴ്ച നടത്താമെന്നും മല്ലികാർജുൻ ഖർഗെ സുധാകരനുമായി സംസാരിച്ചു. അതിന് പിന്നാലെയാണ് ആ ഒരു മഞ്ഞുരുക്കത്തിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തിയത്. ദിലീപ് കുമാർ, നമുക്ക് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ ചർച്ചകൾ ദിലീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 3 ദിവസമായി മാരത്തോൺ ചർച്ചകളാണ് ഈ രണ്ടാം ഘട്ട പട്ടികയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരുന്നത്. അത് ഈ സുധാകരൻ ഏറ്റവും ഒടുവിലായി അദ്ദേഹം പുറത്തേക്ക് വരുന്നു, മാധ്യമങ്ങളെ കാണുന്നു, സംസാരിക്കുന്നു. ഞാൻ എക്കാലത്തും കോൺഗ്രസിനൊപ്പം തന്നെ ഉണ്ടാകും, കോൺഗ്രസിന് വേണ്ടി എല്ലാ മണ്ഡലങ്ങളിലും പ്രചരണത്തിന് ഇറങ്ങുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതിന് തൊട്ട് പിന്നാലെ എയർപോർട്ടിലേക്ക് എത്തി സുധാകരൻ പോയതിന് തൊട്ട് പിന്നാലെയാണ് ഈ രണ്ടാം ഘട്ട പട്ടിക പുറത്തേക്ക് വരുന്നത്. അതായത് ഈ പട്ടികയിൽ സുധാകരന്റെ പേരുണ്ടായിരുന്നില്ല. അതുവരെയുള്ള അനുനയ ശ്രമങ്ങൾ തന്നെയാണ് ഡൽഹിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തെ ഒപ്പം നിർത്താൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചത്. സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ചൊടിപ്പിച്ച 2 കാര്യങ്ങൾ, നേരത്തെ തന്നെ അദ്ദേഹത്തിന് സീറ്റ് നൽകാമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് സീറ്റ് നൽകിയില്ല. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി പരിഗണിക്കാതെയായിരുന്നു അവിടെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് അടക്കം കാര്യങ്ങൾ നീങ്ങിയത്. ഇങ്ങനെയുള്ള ഒരു ആശയക്കുഴപ്പത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം. ഏറ്റവും ഒടുവിലായി എത്തിയ ഖർഗെയുടെ ഫോൺ കോൾ പക്ഷേ ആ മഞ്ഞുരുക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളത് തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.